നമസ്കാരം. കോവിഡ്-19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായും മൂടി. നമസ്കാരം. കോവിഡ്-19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായും മൂടുവാൻ ശ്രദ്ധിക്കുക. പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. നമസ്കാരം. കോവിഡ്-19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു. ഹലോ ഹലോ എടാ അച്ഛനെന്തോ പറ്റിക്കടാ, വണ്ടി എടുക്കടാ. എടാ വണ്ടി എടുക്ക്, വണ്ടി വേഗം എടുക്ക്. അച്ഛാ 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 എന്താ ഒന്ന് പിടിക്കടാ. സാർ അച്ഛനെന്താ പറ്റി സാർ? ഒരു 10 മിനിറ്റ് മുമ്പ് എത്തിക്കുമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അച്ഛൻ സാർ അച്ഛനൊന്ന് കാണാൻ. ഓക്കെ കയറി കണ്ടോ. ഈ കൊറോണ തുടങ്ങിയ മുതൽ നമ്മൾ ഫോണിൽ കൂടിയൊക്കെ ഇപ്പോൾ കൊറോണയുടെ നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു അതിനകത്തുകൂടി നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഫോൺ ചെയ്യുമ്പോൾ അതിനകത്തുകൂടി കേൾക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഇപ്പോൾ അത് തുടങ്ങിയ മുതലുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിരുന്നു, കാരണം അതൊരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ഉപകാരപ്രദമായൊരു കാര്യമായിരുന്നു. എന്നാൽ അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. കാരണം നമ്മൾ എമർജൻസി ആയിട്ട് ഒരാളെ വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ സംഗതിയാണ്, അത് ഏതാണ്ട് ഒരു മിനിറ്റോളം നീണ്ടു നിൽക്കുന്നൊരു വിഷയമാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഈ കൊറോണ പ്രതിരോധം നമ്മൾ എത്തേണ്ട ആൾക്കാരിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ആരെങ്കിലും അത് ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഹങ്കാരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതറിയാത്ത ഒരു കുഞ്ഞു പോലും ഇന്ത്യയിൽ മൊത്തത്തിൽ കാര്യമില്ലെങ്കിൽ കേരളത്തിൽ
ഇതിനെപ്പറ്റി അറിയാത്ത കൊച്ചു കുട്ടികൾ പോലും ഉണ്ടാവില്ല. കാരണം മാസ്ക് ധരിക്കുന്നതിൻ്റെയും കൈകൾ വൃത്തിയാക്കുന്നതിൻ്റെയും സാമൂഹിക അകലം പാലിക്കുന്നതിൻ്റെ പ്രാധാന്യം അറിയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ഏതായാലും അതെടുത്തു ഇപ്പോൾ അവർ പിൻവലിച്ചു എന്ന് ഇന്നലെ അത് പിൻവലിച്ചു എന്ന് കേട്ടു. എങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം. കാരണം മറ്റേത് അവർ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. കമ്പനിയും കുറ്റം പറയാൻ പറ്റില്ല. അത് സതുദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യമാണ്. എന്നാലും ഇതിൻ്റെ ഉദ്ദേശം നിറവേറി കഴിഞ്ഞതുകൊണ്ട് ഇനി അത് പിൻവലിക്കുന്നത് തന്നെയാണ് നല്ലത്.